പുതിയതായിട്ടൊരു പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പുതിയ ചാപ്റ്റർ പഠിച്ചു. അതിനുശേഷം നമ്മൾ പുതിയതായിട്ട് മറ്റൊരു ചാപ്റ്റർ പഠിക്കുന്നത്, അതായത് ഇക്കായി തീനാണ് പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങളുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ നിങ്ങൾ നാടകമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നാടകം കണ്ടിട്ടുണ്ട്. ഈ നാടകം എന്ന് പറയുന്നത് കുറച്ച് സീനുകൾ ഉണ്ടായിരിക്കും ഓരോ നാടകത്തിലും. അതായത് നമ്മളിപ്പോൾ നാടകം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒന്നെങ്കിൽ ആ വീട് കാണിക്കും, അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ വീട്, അല്ലെങ്കിൽ ഓഫീസാണെങ്കിൽ ഓഫീസ്, പിന്നെ ഓരോ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ ഓഫീസും അതിൻ്റെ സീനും ആയിരിക്കും കാണിക്കുന്നത്. ഇനി വീടാണെങ്കിലോ വീട്ടിലെ സിറ്റ് ഔട്ട് കാണിക്കും, ബെഡ്റൂം കാണിക്കും, ചില സന്ദർഭങ്ങളിൽ എന്താ കാണിക്കും, അവിടുത്തെ നമ്മുടെ ഹോള്, അങ്ങനെയൊക്കെയല്ലേ കാണിക്കാറുള്ളത്. അപ്പം ഈ നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരേ സീൻ തന്നെയാണോ നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നത്? അല്ല, പല പല സീനുകളായിരിക്കും കാണുന്നത് അല്ലേ? അപ്പോൾ പല പല സീനുകളോട് കൂടിയതാണല്ലോ ഒരു നാടകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നാടകമൊക്കെ കണ്ടിട്ടുള്ളതാണ്. സ്കൂളിലൊക്കെ നിങ്ങൾ നാടകം അവതരിപ്പിച്ചിട്ടുള്ള കുട്ടികളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓരോ സീൻ. ഇപ്പോൾ ക്ലാസ് റൂം കാണിക്കണമെങ്കിൽ ക്ലാസ് റൂം കാണിക്കും, അല്ലെങ്കിൽ ഓഫീസ് റൂം, ഇപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതായിരിക്കും കാണിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ പുതുതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഏകാംഗി എന്ന് പറയും. ഇതാണ് ഏകാംഗി എന്ന് പറയും. അതായത് ഏകാംഗി എന്ന് വെച്ചാൽ ഒരു അങ്ക് മാത്രമേ ഉള്ളൂ. അങ്ക് എന്ന് പറയുമ്പോൾ സീനും, ഒരു സീൻ മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ഒരു ക്ലാസ് റൂം ആണ് കാണിക്കുന്നതെങ്കിൽ ആ ക്ലാസ് റൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ക്ലാസ് റൂം മാത്രമേ കാണിക്കുള്ളൂ, മറ്റൊരു സീൻ അവിടെ വരുന്നില്ല. അപ്പൊ നാടകം ഏകാംഗി എന്ന് പറയുന്നത് ഒരുതരം നാടകമാണ്. നാടകത്തിന്റെ ഒരു പോർഷനാണ് ഈ ഏകാംഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഏകാംഗിയാണ് പഠിക്കാൻ പോകുന്നത്. ഏകാംഗി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു നാടകത്തിലെ ഒരു സീനിനെയാണ് നമ്മൾ ഏകാംഗി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഏകാംഗിയാണ്. ഈ ഏകാംഗി ആരുടെയാണെന്ന് വെച്ചാൽ ബൽറാം അഗ്രവാളിന്റെ ഏകാംഗിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഏകാംഗിയുടെ പേരാണ് ജരൂരി ഖുറാക്ക് എന്ന് പറയുന്നത്. ജരൂരി ഖുറാക്ക്. ഓക്കെ, അപ്പൊ ഈ ഏകാംഗിയില് കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ നാടകത്തിലുള്ളതുപോലെ തന്നെ കഥാപാത്രങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്, എല്ലാം സെയിം. നാടകത്തിന്റെ ഒരൊറ്റ സീനാണ് ഈ ഏകാംഗി എന്ന് പറയുന്നത്. പല പല സീനുകളോട് കൂടിയതാണ് നാടകം എങ്കിൽ ഒരു സീനുള്ളതാണ് എന്ത് ഏകാംഗി എന്ന് പറയുന്നത്. നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ ആളുകൾ വരുന്നു, അഭിനയിക്കുന്നു, സംഭാഷണങ്ങൾ പറയുന്നു, എല്ലാം അത് തന്നെ സെയിം അതേ പോർഷൻ തന്നെ. സ്കൂളുകളിലും കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പ്രോഗ്രാമിനൊക്കെ ഒരൊറ്റ സീൻ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഒരു നാടകം അഭിനയിക്കുന്നത് അല്ലേ? അവതരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്റ്റേജിലൊക്കെ അല്ലേ? അപ്പം അത്തരത്തില് ഒരു സീൻ മാത്രമുള്ള നാടകത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഏകാംഗി എന്ന് പറയുന്നത്. ഏക് അംഗ് എന്നാണ് പറഞ്ഞത്. ഒരു സീൻ മാത്രമേ ഇതിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ബൽറാം അഗ്രവാളിന്റെ ജരൂരി ഖുറാക്ക് എന്ന് പറയുന്ന ആ ഏകാംഗിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതില് പ്രധാനമായിട്ടും 2-3 കഥാപാത്രങ്ങളുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ ആ പിക്ചർ നോക്കിയേ, പേജ് നമ്പർ 34 കൊടുത്തിട്ടുണ്ട് ഒരു പിക്ചർ. അതാണ് ജരൂരി ഖുറാക്ക് എന്ന് പറയുന്നത്. അതായത് ജരൂരി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആവശ്യം അല്ലേ? അതായത് ഖുറാക്ക് എന്ന് വെച്ചാൽ ഡോസ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പം മരുന്നില്ലേ, നമ്മൾ കഴിക്കുന്ന മരുന്ന് ഒരു ഡോസ് ആയിട്ടല്ലേ പറയുന്നത്. ഇഞ്ചക്ഷൻ എടുക്കും അല്ലേ, ഡോസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ചെറിയൊരു ഡോസ്, അത്യാവശ്യമുള്ള ഒരു ഡോസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് ഡോസ്, ആർക്കാണ് ഡോസ് കിട്ടിയത് എന്നൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ചിലർക്ക് നമ്മൾ ഒരു അടി കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ചെറിയ ഡോസിന്റെ കുറവുണ്ടായിരുന്നത്. അതേപോലെ മരുന്ന് കുടിക്കുമ്പോഴും നമ്മൾ പറയും ഡോസ് എന്നല്ലേ. അത്തരത്തിലൊരു ഡോസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഖുറാക്ക് എന്ന് വെച്ചാൽ ഡോസ് എന്നുള്ള മീനിങ്ങാണ്. ഓക്കെ, അവിടെ പിക്ചർ നോക്കിയേ നിങ്ങള്. ആ പിക്ചറിലുണ്ടോ കുറച്ച് കുട്ടികളെല്ലാം എന്താ നാടകത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു അല്ലെ? ഏകാംഗിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഒരാൾ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ഒരു കർട്ടൻ ഉണ്ടല്ലേ, ഒരു സ്റ്റേജ് ആണ് കാണിക്കുന്നത്, പിന്നെ കുറച്ചൊരു ബെഞ്ചും ഉണ്ട്, 2 പേര് ബെഞ്ചും കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യുന്നു, ഒരാൾ മുഖത്ത് ഒരുങ്ങിയ മേക്കപ്പ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. അങ്ങനെ കുറച്ച് പിക്ചർ നാടകത്തിന് വേണ്ടി തയ്യാറെടുത്തതാണ്. കുറച്ച് കുട്ടികളെല്ലാം കൂടെ ചേർന്നല്ലേ, പിന്നെ ഒരു മുതിർന്ന ഒരു വ്യക്തിയും അവിടെ നിൽപ്പുണ്ടല്ലേ. ഇനി അവിടെ ഒരാൾ മൈക്കിൽ വിളിച്ചു പറയാം, ഒരു പെൺകുട്ടിയാണ് അനൗൺസ് ചെയ്യുകയാണ്. പ്രിയ ദർശകോ, कक्षा 7B द्वारा प्रस्तुत कर लिया जा रहा है बलराम अग्रवाल का बाल एकांगी जरूर ഖുറാക്ക്. അതായത് പ്രിയ ദർശക, അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നാടകം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അനൗൺസ് ചെയ്തില്ലേ ഏത് നാടക ട്രൂപ്പാണ് നാടകം നടത്തുന്നതൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അത്തരത്തിലൊരു അനൗൺസ്മെന്റ് ആണ് ഇവിടെ. പ്രിയ ദർശക, അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, कक्षा 7B द्वारा प्रस्तुत कर लिया जा रहा है बलराम अग्रवाल का बाल एकांगी जरूरी ഖുറാക്ക്. അതായത് കക്ഷ 7 7ാം ക്ലാസ് 7B കുട്ടികൾ, കക്ഷ 7B അതായത് 7B കുട്ടികൾ
അവരവതരിപ്പിക്കുന്ന ഒരു നാടകമാണ്, ഒരു ഏകാംഗിയാണ്. ബൽറാം അഗ്രവാൾക്കർ ബാൽ ഏകാംഗി. ബാൽ ഏകാംഗി എന്ന് വെച്ചാല് ഇതാണ് ബാലധർമ്മ കുട്ടികൾ, അതായത് കുട്ടികളുടെ ഒരു ഏകാംഗിയാണ്. അതായത് കുട്ടികളുടെ ഒരു ഏകാംഗ നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിന്റെ പേരാണ് സരൂരി ഖുരാഖ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പേരെന്താണ്? സരൂരി ഖുരാഖ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അനൗൺസ്മെന്റ് കഴിഞ്ഞു. നാടകം തുടങ്ങുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഒരു അനൗൺസ്മെന്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ അനൗൺസ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത പേജിൽ ആ ഏകാംഗി കൊടുത്തേക്കാണ്. ഒരു സീനാണ് കളിക്കുന്നത്. ഒറ്റ സീനേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഒന്നാമത്തെ സീൻ കൊടുത്തേക്ക് നോക്കിയേ. 2-3 കുട്ടികളുണ്ട് അല്ലെ, 3 കുട്ടികളുണ്ട്. ഒരു TV കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു ടേബിള് എല്ലാം കിടപ്പുണ്ടല്ലേ. ഇത് കണ്ടിട്ട് നമ്മൾ എന്താ തോന്നിക്കുന്നത്? നമ്മളുടെ ഒരു ഹോളാണെന്ന് തോന്നിക്കുന്നുണ്ടല്ലേ. ഇനി കൊടുത്തേക്കാണ് ചിത്രമേ ക്യാ ഹോ രഹേ ഹേ. ചിത്രത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? കിടക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഒരു റിമോട്ട് എന്തോ എടുക്കുന്നു. അപ്പൊ കോൺസാ കാര്യക്രം പസന്ത് ഹേ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണെന്ന്? റിമോട്ട് എടുക്കുന്നതാണോ, ഇങ്ങനെ കിടക്കുന്നതാണോ, മറ്റൊരു കുട്ടി അവിടെ ഇരിക്കുന്നു? ഇതിൽ ഏത് പ്രവൃത്തിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇനി ഈ സരൂരി ഖുരാഖ് എന്ന് പറയുന്ന ഏകാംഗിയിലെ കുറച്ച് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്നെന്ന് പറയുന്നത് ലഡ്ക ഏക്, അതായത് ഒന്നാമത്തെ ആൺകുട്ടി. ഹിന്ദി സമാചാർ പത്ര ഏക്, അതായത് ഹിന്ദി പത്രം വായിക്കുന്ന കുട്ടിയാണ്. സമാചാർ എന്ന് വെച്ചാൽ എന്താണ്? വാർത്ത. പത്രം എന്ന് വെച്ചാൽ പത്രം, പേപ്പർ, ഹിന്ദി പേപ്പർ വായിക്കുന്ന കുട്ടിയാണ് ഒന്നാമത്തെ കുട്ടി. അവന്റെ പേരാണ് അങ്കിത്. ഒന്നാമത്തെ കുട്ടി ഏതാ? അങ്കിത്. അവൻ ഹിന്ദി പത്രമാണ് വായിക്കുന്നത്. രണ്ടാമത്തെ ലഡ്കി ഏക്, അടുത്തതാണ് ഒന്നാമത്തെ പെൺകുട്ടി. ഹിന്ദി സമാചാർ പത്ര ദോ, ആ കുട്ടി എന്താണ്? ഹിന്ദി സമാചാർ വായിക്കുന്നതാണ്, അതായത് ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്ന കുട്ടിയാണ്. അതാ ഉസ്കാ നാം എന്താണ്? ഉസ്കി നാം ശിവാനി. അവളുടെ പേര് കൊടുത്തേക്കാണ് ശിവാനി. അപ്പൊ അങ്കിത്, ശിവാനി. അപ്പൊ രണ്ടുപേരും അതിലോ കഥാപാത്രങ്ങള്. അടുത്താണ് ലഡ്ക ദോ എന്ന് പറയുന്നത്. അതാരാ? അംഗ്രേസി സമാചാർ പത്ര, ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന കുട്ടിയാണ്. തഥാ ശുഭം, അവന്റെ പേരെന്താ? ശുഭം. ഇനി അടുത്തത് ലഡ്കി ദോ, ഇനി രണ്ടാമത്തെ പെൺകുട്ടി. ടെലിവിഷൻ സമാചാർ വാചിക, അതാരാ? ടെലിവിഷൻ സമാചാർ വാചിക, അതായത് ടെലിവിഷൻ എന്ന് പറയുമ്പോൾ ടിവിയില് പത്രവാർത്ത വായിക്കുന്നുണ്ട്, ന്യൂസ് വായിക്കത്തില്ല ടിവിയില്. അതാണ് അവൾ എന്താണ്? ടെലിവിഷൻ സമാചാർ വാചിക എന്ന് പറയുന്നത്. അടുത്ത 2 കഥാപാത്രങ്ങളാണ് മമ്മി പാപ്പ, അച്ഛനും അമ്മയും. അപ്പൊ 2-3 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് അങ്കിത്, ശിവാനി, പിന്നെ ആരാണ്? മമ്മി പാപ്പ, ശുഭം, പിന്നെ ടെലിവിഷൻ വാചിത് കർണേവാല അല്ലേ. അപ്പം ടെലിവിഷൻ വായിക്കുന്ന കുട്ടി. ഇനി തുടങ്ങുകയാണ്, നാടകം തുടങ്ങുകയാണ്. घर के ड्राइंग रूम में बैठे अंकित और शिवानी टेलीविजन में कोई कार्यक्रम देख रहे हैं. बाहर से शुभम आता है और मेज पर से रिमोट उठाकर टेलीविजन का चैनल बदलने लगता है. अंकित और शिवानी उस पर चिल्ला उठते हैं. അതായത് വീടിന്റെ ഹാളാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഹാളിൽ കാണിക്കാൻ പോകുന്ന സീൻ എന്താണെന്നാണ് അവിടെ വിവരിച്ചേക്കുന്നത്. ഘർക്കെ ഡ്രോയിങ് റൂമേ, അതായത് വീട്ടിലെ ഡ്രോയിങ് റൂം, അത് നമ്മുടെ ഹാള് എന്താണ്? റൂമേ ബൈറ്റെ അങ്കിത് ഓർ ശിവാനി ടെലിവിഷൻ മേ കോയി കാര്യക്രം ദേഖ് രഹേ ഹേ. ടെലിവിഷനിൽ എന്തോ ഒരു പ്രോഗ്രാം നമ്മളുടെ അങ്കിതും ശിവാനിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഡ്രോയിങ് റൂമില്. ബാഹർ സേ ശുഭം ആതാ ഹേ. പുറത്തു നിന്ന് ആര് കയറി വരുന്നു? ശുഭം കയറി വരുന്നു. और मेज पर से रिमोट उड़ाकर टेलीविजन का चैनल बदलने लगता है. ഇനി മേസ് पर മേശപ്പുറത്തിരിക്കുന്ന നമ്മുടെ റിമോട്ട് എടുത്തിട്ട് അവരെന്ത് ചെയ്തു? ചാനൽ ബദലത്തെ, അതായത് ചാനൽ മാറ്റുകയാണ്. अंकित और शिवानी उस पर चिल्ला उठता है. अंकिതും ശിവാനി എന്ത് ചെയ്യാൻ തുടങ്ങി? ബഹളം വെക്കാൻ തുടങ്ങി. ഓക്കെ, നിങ്ങളായാലും വീട്ടില് TV കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ആരെങ്കിലും ചാനൽ മാറ്റും, നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? അതേപോലെ അങ്കിതും ശിവാനിയും TV കണ്ടോണ്ട് ടിവിയിൽ എന്തോ ഒരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മളുടെ ശുഭം കയറി വരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? റിമോട്ട് എടുത്ത് എളുപ്പം ചാനൽ മാറ്റിയ ചെയ്യുന്നത്. അപ്പം അങ്കിതും ശിവാനിയും കൂടെ ദേഷ്യപ്പെടുന്നു. അങ്കിത് और शिवानी एक साथ चीखते हैं. അങ്കിതും ശിവാനി ഒരുമിച്ച് നിലവിളിക്കുകയാണ്. ശുഭം, അതായത് പേര് വിളിക്കുക. നമ്മളായാലും എന്താ പെട്ടെന്ന് അയാളുടെ പേര് വിളിക്കില്ല. ആരാണോ റിമോട്ട് എടുത്ത് മാറ്റിയത്, ആ ചാനൽ മാറ്റിയ ആളാരാണോ അയാളെ നമ്മൾ പെട്ടെന്ന് പേര് വിളിക്കില്ല. അതിൽ ശുഭം എന്ന് പേര് വിളിക്കുകയാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച്. അപ്പൊ ശുഭം ചോദിക്കുകയാണ്, ക്യാ ഹുവാ? എന്ത് പറ്റി? ശിവാനി. അപ്പൊ ശിവാനി പറയുകയാണ്, ഹുവാ തേരാ സിർ, ഹം ദോ ലോഗ് ജബ് പഹലെ സേ ഹി ടോം ആൻഡ് ജെറി ദേഖ് രഹേ ഹേ तो तुम चैनल क्यों बदल रहा है? അപ്പൊ നമ്മളുടെ ശിവാനി പറയാണ്, ഹുവാ തേരാ സിർ, പറ്റിയത് നിന്റെ തലയ്ക്കാണ്. എന്താണ്? ഹം ദോ ലോഗ് ജബ് പഹലെ സേ ഹി ടോം ആൻഡ് ജെറി ദേഖ് രഹേ. ഞങ്ങള് രണ്ടുപേരും കൂടെ എത്ര നേരം കൊണ്ട് ഈ
ആദ്യമേ തന്നെ ഞങ്ങൾ എത്ര നേരം കൊണ്ട് ഈ ടെലിവിഷനിൽ എന്ത് കണ്ടോണ്ടിരിക്കുന്നത്, ടോം ആൻഡ് ജെറി കണ്ടോണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നീ പിന്നെ എന്തിനാ ഈ ചാനൽ പറ്റിയത്, ഞങ്ങൾ ആദ്യമേ തന്നെ ടോം ആൻഡ് ജെറി കാണുമായിരുന്നു, നീ എന്തിനാ കയറി ചാനൽ മാറ്റാനായിട്ട് പോയത്. അപ്പൊ ശുഭം പറയുകയാണ്, इसलिए तुम लोगों के कभी कभी भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रहे हैं. അപ്പം ഇദ്ദേഹം പറയാണ് നോക്കി, इसलिए അതുകൊണ്ടെന്താ तुम लोगों को कभी कभी भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रही है. നിങ്ങൾക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതിയോ? ചിലപ്പോൾ കബി കബി എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ എന്താ മറ്റു ചിലത് കൂടി അറിയണം. എന്താണ് ബാക്കി ദുനിയാമേ ക്യാ ക്യാ ഹോ രഹേ ഹെ, ബാക്കി പ്രദേശത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്, ഈ ലോകത്ത് ബാക്കി നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണം അല്ലേ. ടോം ആൻഡ് ജെറി മാത്രം കണ്ടുപിടിക്കാൻ മതിയോ? അല്ല, ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അറിയണം. അങ്കിത്, അപ്പൊ അങ്കിത് പറയുകയാണ്, ഉൻ സബ്കെ ലിയേ തൂ तो है ना मेरा भाई, तू अखबार पढ़कर हमें बता दिया कर. അതിനെല്ലാം വേണ്ടി നീ ഇല്ല എന്റെ സഹോദര, തൂ അഖ്ബാർ പഠിക്ക, നീ എന്ത് ചെയ്യാ, പത്രം വായിച്ചിട്ട് എന്ത് ചെയ്യാ, അമ്മേ ബദാദിയ, നീ പത്രം വായിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി. അപ്പം ഇതെല്ലാം പറഞ്ഞു തരാം നീ ഞങ്ങൾക്കുണ്ടല്ലോ, പിന്നെ നീ എന്ത് ചെയ്യാ, പത്രം വായിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ശിവാനി പറയുകയാണ്, ഹാ और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे या रिमोट हमें पकड़ा और बाहर का रास्ता ना. അപ്പം ഇദ്ദേഹം ഉടനെ പറയാണ്, ശിവാനി പറയാണ്, അതെ അത് തന്നെ. और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे, ഞങ്ങൾ എന്താണ് और अच्छे बच्चे की तरह, നീ നല്ല കുട്ടിയെ പോലെ തന്നെ എന്ത് ചെയ്യാ, ടോം ആൻഡ് ജെറി ലഗാതെ, ടോം ആൻഡ് ജെറി ഇപ്പം വെച്ച് തന്നെ, നല്ല കുട്ടിയെ പോലെ നീ ഇപ്പൊ എന്ത് ചെയ്യണം, ടോം ആൻഡ് ജെറി വെച്ചിടണം. അല്ലെങ്കിലോ യാ റിമോട്ട് സമയം പകടാം, അല്ലെങ്കിൽ റിമോട്ട് നീ ഇഞ്ഞു തരും. ഓർ ബാഹർക്ക രാസ്ഥാന, പുറത്തേക്കുള്ള വഴിയിലൂടെ പൊയ്ക്കോ. എന്ത് ചെയ്യാ, ഒന്നുകിൽ നീ നല്ല കുട്ടിയെ പോലെ റിമോട്ട് ഞങ്ങളെ തരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നീ പെട്ടെന്ന് തന്നെ വെളിയിൽ ഇറങ്ങി പൊക്കോളൂ. ശുഭം, അപ്പൊ ശുഭം ഉടനെ പറയുന്നത്, കഭി കഭി ന്യൂസ് യാ ഡിസ്കവറി യാ ദൂസരെ ചാനൽ പി ദേഖ്തേ രഹാ ചാഹിയേ. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യണം, ന്യൂസ് കാണണം. പിന്നെയോ ഡിസ്കവറി ചാനലില്ലേ അതൊന്ന് കാണണം. പിന്നെയോ യാ ദൂസരെ ചാനൽ പി ദേഖ്തേ രഹാ ചാഹിയേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഒരു ചാനൽ കാണാം. എപ്പം നോക്കിയാലും ഈ ടോം ആൻഡ് ജെറി എന്ന് വെച്ചിട്ടിരിക്കാൻ എന്ത് ചെയ്യണം, ഇടയ്ക്ക് ന്യൂസ് കാണണം. ചിലപ്പോൾ വല്ല ഡിസ്കവറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ചാനൽ കാണണം. അപ്പൊ അങ്കിത് പറയാണ്, ദൂസരെ ചാനൽ माय फूड लिखाई पढ़ाई से देखे मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल के अलावा दूसरा कुछ चाहिए ही नहीं. ഇത് കേട്ടപ്പോഴത്തേക്ക് അങ്കിത് പറയുകയാണ്, ദൂസരെ ചാനൽ മൈ ഗുഡ്, വേറെ ചാനൽ, ഓ മൈ ഗോഡ്. എന്ത് ചെയ്യാ, ലിഖായി പढ़ाई से, എഴുത്തും വായനയൊക്കെ കഴിഞ്ഞിട്ട്, मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल का अलावा दूसरा कुछ चाहिए ही नहीं. ഈ പഠിച്ചു കഴിഞ്ഞ് എഴുത്തും പഠിത്തം ഒക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ക്ഷീണിക്കും. ഈ ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കേ ടോം ആൻഡ് ജെറിയും കാർട്ടൂണും ഒക്കെ കാണണം. ഇതല്ലാതെ പിന്നെ വേറെ ചാനൽ എന്തുവാ കാണേണ്ടത്. ശുഭ പറയാണ്, यानी कि तुम्हें उस खुराक की जरूरत है जो पापा ने कल मम्मी को पिलाई थी. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് ശുഭ പറയാ, यानी कि तुम्हें उस खुराक की जरूरत है. അപ്പൊ നിങ്ങൾക്ക് ആ മരുന്നിന്റെ ആ ഡോസിന്റെ എന്താണ് ഒരു ഡോസ് തരണം, നിങ്ങൾക്ക് ഒരു ഡോസ് തരേണ്ട ആവശ്യമുണ്ട്. ജോ പാപ്പാനേക്കാൾ മമ്മിക്കോ പിലായി തി. കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയ്ക്ക് കൊടുത്തൊരു ഡോസ് ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അച്ഛനും അമ്മയ്ക്ക് ചെറിയൊരു ഡോസ് കൊടുത്തു, ആ ഡോസ് നിങ്ങൾക്ക് തരേണ്ടതായിട്ട് ഉണ്ടെന്ന് ആര് പറയുന്നു, നമ്മളുടെ ശുഭം പറയുന്നു അല്ലെ. അപ്പൊ ശുഭം അത് പറയുകയാണ്, നിങ്ങളെന്താ ഈ ടോം ആൻഡ് ജെറി ഒന്നും കാണാതെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കവറിയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു ചാനൽ വെച്ച് കാണണം, ന്യൂസും ഒക്കെ കാണണം. അപ്പൊ നമ്മുടെ അങ്കിതും പറയണത്, അങ്കിത് പറയുന്നത് എന്താ, അതായത് പഠിച്ച് ഞങ്ങള് ക്ഷീണിച്ചിരിക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇച്ചിരി എന്റർടൈൻമെന്റിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ ടോം ആൻഡ് ജെറി ഒക്കെ ഒന്ന് കാണണം അല്ലേ. ഞാൻ എപ്പോഴും എങ്ങനെയാണ് മറ്റു ചാനലൊക്കെ നോക്കുന്നത്, ടോം ആൻഡ് ജെറി ഒക്കെ ഒന്ന് കാണണ്ടായോ എന്ന് ആര് പറയുന്നു, അങ്കിത് പറയുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ, അങ്കിത് और ശിവാനി ആശ്ചര്യ സെ ഏക് സാഥ് മമ്മിക്കോ ഖുറാക്ക്. അങ്കിതും ശിവാനിയും കൂടെ രണ്ടുപേരോട് ഒരുമിച്ച് ഭയങ്കര ആശ്ചര്യത്തോടെ പറയാണ്, മമ്മിക്കോ ഖുറാക്ക്, അമ്മയ്ക്ക് ദോസം. ശുഭം, അതെ. ശിവാനി ഖുൽക്കർ ബതാന, എന്ത് വന്നു വെച്ചത് പറഞ്ഞു തുറന്നു പറയൂ. ശുഭം പറയുകയാണ്, ഖുൽക്കർ ലോ സുനോ, തുറന്ന് പറയട്ടെ, എന്നാ കേട്ടോളൂ. प्रकाश व्यवस्था के माध्यम से दृश्य बदलता है. सोफे पर बैठी मम्मी कोई टीवी सीरियल देखने में मस्त है
और बीच बीच में कभी गुस्से है तो कभी प्रसन्नता के भाव दिखाती है, जिससे पता चलता है कि वह सीरियल को विफोर होकर देख रही है. ഇത് സാരാ ദൃശ്യം മൗനപൂർവ്വം ചൽ രഹാ ഹെ. ഇനി നമ്മളുടെ ശുഭം പറയുന്ന സീനാണ് അവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു സീൻ കാണിക്കുകയാണ്. പ്രകാശ് വ്യവസ്ഥ के माध्यम से दृश्य बदलता है. ലൈറ്റ് ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്യുകയാണ്. പ്രകാശ് വ്യവസ്ഥ के माध्यम से, അതായത് ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുന്നു. പുതിയൊരു സീൻ കാണിക്കാൻ പോലെ മറ്റൊരെണ്ണമല്ലേ. ഇപ്പൊ എന്ത് ചെയ്യാണ്, ലൈറ്റ് ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. പിന്നെയോ सोफा पर बैठी मम्मी को टीवी सीरियल देखने में मस्त है. ഇനി കാണിക്കുന്നത് സോഫയില് എന്താണ് ടി വി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയാണ് കാണിക്കുന്നത്. മസ്ത് ഹോക്കർ അതായത് ഭയങ്കരമായിട്ട് അതിൽ മതിച്ചിരുന്ന് കാണുകയാണ് അമ്മ. ഇനിയോ ബീച്ച് ബീച്ചുമേ കബി ഗുസ്സേ ഹെ. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ മുഖത്തൊരു ദേഷ്യം കാണുന്നു. ഗുസ്സേ മീൻസ് ദേഷ്യം. तो कभी प्रसन्नता के भाव दिखाती है. പിന്നെ ചിലപ്പോഴൊക്കെയോ പ്രസന്നത ദേഖ് രഖ്തേ ഹെ, അതായത് ഒരു സന്തോഷം കാണുന്നുണ്ട്. जिससे पता चलता है कि वह सीरियल को विभोर होकर देख रही है. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താ, അമ്മ ഇങ്ങനെ മുഴുകിയിരുന്ന് സീരിയല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സാരാ ദൃശ്യം മൗനപൂർവ്വം ചൽ രഹാ ഹെ. ഈ ദൃശ്യം എല്ലാം എന്താണ്, വളരെ സൈലന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഹിന്ദി समाचार पत्र एक के रूप में लड़का एक बोलता हुआ मंच पर एक ओर से दूसरी ओर गुजर जाता है. ഇനി ഹിന്ദി समाचार पत्र के रूप में लड़का एक, അതായത് എന്താണ് ഹിന്ദി പത്രം ആ ന്യൂസ് പേപ്പറിന്റെ പോലെ അതായിട്ട് അനുകരിക്കുന്ന ഒരു കുട്ടി എന്താണ് അവൻ പറയുകയാണ്, മഞ്ച് പർ ഏക് ഓർ ദൂസരേ സേ ഓർ ഗുസർ ജാതാ ഹെ. അതായത് ഒരു സ്റ്റേജിന്റെ ഒരു ഭാഗത്ത് നിന്നും അടുത്ത ഭാഗത്തേക്ക് ന്യൂസ് ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകുന്നു. ഹിന്ദി പത്രത്തിന്റെ ഒരു ന്യൂസ് വായിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഹിന്ദി പത്രത്തിൽ എന്താ കൊടുത്തേക്കുന്നതാണ് വായിക്കുന്നത്. ലഡ്ക ഏക്ക്, ഒന്നാമത്തെ ലഡ്കയാണല്ലോ അത് വായിച്ചുകൊണ്ട് സൈഡ് വഴി പോകുന്നത്. അപ്പൊ അവൻ വായിക്കുകയാണ്, ജപ്പാൻ മേ ജബർദസ്ത് ഭൂകമ്പ്, हजारों लोगों की मौत, करोड़ों की संपत्ति का नुकसान. അതായത് ഒന്നാമത്തെ കുട്ടി അറിയാണ് ആ ന്യൂസ് പേപ്പറിൽ കാണുന്നത് എന്താ, ജപ്പാനിലെ ജബർദസ്ത് ഭൂകമ്പ്, ജപ്പാനില് വളരെ വലിയ ഭൂകമ്പം. ഹസാരോ ലോഗോ കി മൗത്ത്, അതായത് ആയിരക്കണക്കിന് ആളുകൾ എന്താണ് മരിച്ചിരിക്കുന്നു. കരോടോ കി സമ്പത്തി കാ നുക്സാൻ, കോടിക്കണക്കാന ആളുകളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. ഇനി അടുത്തത്, अंग्रेजी समाचार पत्र के रूप में लड़का दो बोलता हुआ मंच पर दूसरी ओर से पहली ओर गुजर जाता है. അതായത് ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത് പോലെ ഒരു കുട്ടി, രണ്ടാമത്തെ ആൺകുട്ടി വായിച്ചുകൊണ്ട് പോവുകയാണ്. ലഡ്ക ദോ, രണ്ടാമത്തെ കുട്ടിയാണ് ഇംഗ്ലീഷ് പത്രമായിട്ട് അവിടെ വരുന്നത്. അവിടെ ഇംഗ്ലീഷ് പത്രത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, മാസീവ് എർത്ത്ക്വേക്ക് ഹിഡൻ ജപ്പാൻ, about 400 people are died and 500 missing, heavy loss of national property. അതായത് രണ്ടാമത്തെ പത്രത്തിൽ വായിച്ചേക്കാണ്. ഇംഗ്ലീഷ് പത്രത്തിൽ എന്താ കൊടുത്തിരുന്നത്, മാർസീവ് എർത്ത്ക്വേക്ക് ഹിഡൻ ജപ്പാൻ, അതായത് ജപ്പാനിൽ ഒരു വളരെ വലിയൊരു ഭൂകമ്പം. ഇനിയോ about 400 people are dead, ഏകദേശം 400 ആളുകൾ എന്താണ്, 400 ആളുകളുടെ മുകളിൽ മരിച്ചിട്ടുണ്ട്. പിന്നെയോ 500 മിസ്സിംഗ്, 500 പേര് മിസ് ചെയ്തിട്ടുണ്ട്, കാണാനില്ല. ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി, അതായത് എന്താണ് ദേശീയ തലത്തിൽ വളരെ വലിയ നഷ്ടമാണ്, സമ്പാദ്യത്തിന് വളരെ വലിയ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം കുട്ടികളെ നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതായത് നമ്മളിപ്പം പഠിച്ചു വന്നത് എന്താണ്, അതായത് ഒരു ഏകാംഗിയായിരുന്നു പഠിച്ചിരുന്നത്. ഇതിനകത്ത് 2-3 കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സമാചാർ പത്രം, അതായത് ഒരു ഹിന്ദി പത്രം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇംഗ്ലീഷ് പത്രം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹിന്ദി പത്രം വായിക്കുന്ന പെൺകുട്ടിയുണ്ട്, ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന പെൺകുട്ടിയുണ്ട്, പിന്നെ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു റീഡറുണ്ട്, പിന്നെ ഒരു അച്ഛൻ, അമ്മ. പിന്നെ ഇതെല്ലാം ഓരോന്നായിട്ട് വന്നേക്കുന്ന ആരൊക്കെയാണ്, ശുഭവും അങ്കിതും ഒക്കെയാണ് അല്ലേ. അപ്പൊ അങ്കിതും എന്താണ്, അങ്കിതം ഇവിടുന്ന് ടി വി കാണുകയാണ്. അങ്കിത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശുഭം കയറി വരികയും പെട്ടെന്ന് തന്നെ ചാനൽ മാറ്റുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങളായാലും ഇതുപോലെ ആയിരിക്കും, എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് ആരെങ്കിലും ചാനൽ പറ്റി നിങ്ങൾക്ക് ഒരു ദേഷ്യമുണ്ട്, അവർ തമ്മിലുള്ള ഒരു ദേഷ്യമൊക്കെ കാണിക്കും. പിന്നീട് എന്താ സംഭവിക്കുന്നത്, അപ്പോൾ നമ്മളുടെ ശുഭം പറയുന്നുണ്ട് എന്താ, ഇടയ്ക്ക് ഈ ടോം ആൻഡ് ജെറി മാത്രം കാണുന്നത്, ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ന്യൂസ് കാണുക എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ അവര് പറയുന്നുണ്ട് എന്താ, ന്യൂസ് അതായത് പഠിച്ച് കുറഞ്ഞിരിക്കുക. അപ്പൊ ആ സമയത്ത് എന്റർടൈൻമെന്റിന് വേണ്ടി എന്ത് ചെയ്യുക, ടോം ആൻഡ് ജെറി പോലുള്ള കാർട്ടൂൺ ചാനലൊക്കെ കാണുന്നതല്ലേ നല്ലത്.
ശുഭം പറയുന്നുണ്ട് അമ്മയ്ക്ക് തന്ന ഒരു ഡോസ്, ഇന്നലെ അച്ഛൻ അമ്മയ്ക്ക് ഒരു ഡോസ് കൊടുത്തായിരുന്നു, അതുപോലൊരു ഡോസ് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നല്ലേ. അപ്പം ഇനി എന്താണ് അമ്മയ്ക്ക് ഡോസ് കൊടുത്തത്, അതാണ് അവിടെ ശുഭം വിശദീകരിക്കുന്നത്. ആ സീനാണ് നമ്മളിപ്പം അടുത്തതായിട്ട് കണ്ടത്. ഓക്കെ, എന്തായിരുന്നു അമ്മ TV സീരിയലിൽ മുഴുകിയിരുന്ന് കാണുന്നതും അപ്പൊ ഇടയ്ക്കൊരു ന്യൂസ് വരുന്നുണ്ട് അല്ലേ, ജപ്പാനിൽ ഭൂകമ്പം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് വളരെ നഷ്ടം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. അതിന് തന്നെ ഒരു ഇംഗ്ലീഷ് വാർത്ത അവിടെ ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഇത്രയും ഭാഗം വെച്ച് നമുക്ക് ഈ ഏകാംഗി അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. ഓക്കെ, താങ്ക് യു.